റിപ്പോർട്ടർ ഈവനിംഗ് ബിഗ് ബ്രേക്കിംഗ് കാപ്പ കേസിൽ ജയിലായ BJP കൗൺസിലർ ആർ സുഗതന് അവധി അനുവദിച്ചതിൽ ആഭ്യന്തര വകുപ്പിനും വീഴ്ച. തദ്ദേശ വകുപ്പിന്റെ ഔദ്യോഗിക കുറിപ്പ് അവഗണിച്ചു. അനൌദ്യോഗിക കുറിപ്പ് പരിഗണിച്ചാണ് അവധി ശുപാർശ നൽകിയിട്ടുള്ളത്. തദ്ദേശ വകുപ്പ് മന്ത്രി അറിയാതെ ചിത്ര പി അരുണിമ നൽകിയ അനൌദ്യോഗിക കുറിപ്പാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് പരിഗണിച്ചിട്ടുള്ളത്. VS രഞ്ജിത്ത് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. രഞ്ജിത്ത്, ഇപ്പോൾ തിരുവനന്തപുരത്തെ BJPയുടെ കോർപ്പറേഷൻ ഭരണം നിലനിർത്താനുള്ള സഹായം അതിപ്പോൾ തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജിയുടെ തദ്ദേശ വകുപ്പിന് മാത്രമല്ല അപ്പോൾ വീഴ്ച സംഭവിച്ചിട്ടുള്ളത്. രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ട് അല്ലേ രഞ്ജിത്ത്? ഷിഹാസ്, തീർച്ചയായിട്ടും അതിൽ തദ്ദേശ വകുപ്പിന്റെ അണ്ടർ സെക്രട്ടറി ചിത്ര പി അരുണിമയെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു. ചിത്ര പി അരുണിമയാണ് ഒരു അനൌദ്യോഗിക കുറിപ്പ് ആഭ്യന്തര വകുപ്പിന് കൊടുത്തത്. പക്ഷേ അവിടെ ഒരു ഔദ്യോഗികമായ കുറിപ്പുണ്ടായിരുന്നു. തദ്ദേശ വകുപ്പിനോട് ആഭ്യന്തര വകുപ്പ് പരോളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിച്ചത്. ആ പരോളുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഒരു മറുപടി തദ്ദേശ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൊടുത്തിരുന്നു. അതിനോടൊപ്പം ചേർത്ത അനൌദ്യോഗിക കുറിപ്പാണ് ആഭ്യന്തര വകുപ്പ് പക്ഷേ പരിഗണിച്ചത്. ഔദ്യോഗികമായൊരു കുറിപ്പ് വകുപ്പ് സെക്രട്ടറിയും വകുപ്പിന്റെ മന്ത്രിയും അറിഞ്ഞുകൊണ്ട് കൊടുക്കുകയും അണ്ടർ സെക്രട്ടറി പക്ഷേ അത് അവർ രണ്ടുപേരും അറിയാതെ സ്വന്തം ഇഷ്ടപ്രകാരം കൊടുത്ത അനൌദ്യോഗിക കുറിപ്പാണ്. ഈ അനൌദ്യോഗിക കുറിപ്പാണ് ആഭ്യന്തര വകുപ്പ് പരിഗണിച്ചത്. ആഭ്യന്തര വകുപ്പ് യഥാർത്ഥത്തിൽ പരിഗണിക്കേണ്ടിയിരുന്നത് ഔദ്യോഗിക കുറിപ്പായിരുന്നു. ആ ഔദ്യോഗിക കുറിപ്പ് നിലനിൽക്കെ അത് അവഗണിച്ചുകൊണ്ട് അനൌദ്യോഗിക കുറിപ്പ് പരിഗണിക്കുകയും തിരുവനന്തപുരം കോർപ്പറേഷന് അവധി അനുവദിക്കാനുള്ള തീരുമാനത്തിന് സപ്പോർട്ടായിക്കൊണ്ട് പിന്തുണച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് കൈമാറുകയും ചെയ്തു. അതിൽ തദ്ദേശ വകുപ്പിന് മാത്രമല്ല തദ്ദേശ വകുപ്പ് ആ വീഴ്ച പരിഹരിച്ചത് ആ കുറിപ്പ് പിൻവലിക്കുകയും ചിത്ര പി അരുണിമയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അവിടെ വീഴ്ച പറ്റിയത് ആഭ്യന്തര വകുപ്പിന് കൂടിയാണ്. ആഭ്യന്തര വകുപ്പ് യഥാർത്ഥത്തിൽ അവിടെ ഔദ്യോഗികമായ കുറിപ്പ് പരിഗണിക്കണമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിമർശനം ഉയരുന്നത്. ശരി, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ കാപ്പ കേസിൽ പ്രതിയായി ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ആർ സുഗതന് അനുകൂലമായി കത്ത് നൽകിയതിന്റെ പേരിൽ